നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളമൊക്കെ ഒത്തിരി മാറി ഉസ്താദെ, അതൊക്കെ ഒന്ന് തിരിച്ചറിയണ്ടേ? നീർക്കൂട്ടിൽ കയറിയ കൊരങ്ങൻ്റെ അവസ്ഥയിലായി ഇപ്പോൾ കാന്തപുരം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫി. മണാലിയിലേക്കൊരു യാത്ര പോയി വൈറലായ നബീസയുമ്മയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ആ ഉമ്മയ്ക്കെതിരായ മതപണ്ഡിതന്റെ പ്രസംഗമാണ് വിവാദത്തിൽ ചെന്നവസാനിച്ചിരിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കാതെ ഇങ്ങനെ ഉല്ലാസയാത്രയൊക്കെ പോകുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് സഖാഫി പറഞ്ഞു. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോവാ ഖദീജോവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം. ഇപ്പോഴിതാ മതപണ്ഡിതന്റെ പ്രസംഗവും തുടർന്നുണ്ടായ പ്രചരണവുമൊക്കെ ഉമ്മയെ മാനസികമായി തളർത്തിയെന്ന് മകൾ ജിഫാന. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു വല്ലുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വല്ലാത്തും ദിഖറും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി. മഞ്ഞുവാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. അതാണ് പ്രശ്നം. ഇതായിരുന്നു മതപണ്ഡിതന്റെ പരാമർശം. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്ന് മകൾ ജിഫാന ചോദിക്കുന്നു. ഉമ്മയ്ക്കിപ്പോൾ എല്ലാവരും കൂടുന്ന വേദിയിൽ പോകാനോ ആരോടും സംസാരിക്കാനോ പറ്റുന്നില്ല. ബന്ധു മരിച്ചിട്ട് ആ വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ആളുകൾ ഉമ്മയോട് ചോദിക്കുന്നു. ഉമ്മ വലിയ ധർമ്മസങ്കടത്തിലാണ്. വലിയെന്തോ തെറ്റ് ചെയ്തതുപോലെ ഉമ്മ കരയുന്നു. ഉമ്മ ഇൻസ്റ്റാഗ്രാമിനെക്കുറിച്ചോ യൂട്യൂബിനെക്കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. യാത്ര പോയ സന്തോഷം മുഴുവൻ ഉമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. ഒരു മതപണ്ഡിതന് ഇത്രയൊക്കെ ചെയ്യാനേ കഴിയൂ. ഓരോ മനുഷ്യൻ്റെയും സന്തോഷം തല്ലിക്കെടുത്തുക. മണാലിയിൽ മഞ്ഞുവാരി കളിച്ച് നബീസുമ്മ എത്രയധികം ആഹ്ലാദിച്ചിരുന്നു. ആ വൈറൽ വീഡിയോ കണ്ട് കേരളത്തിന് എന്ത് സന്തോഷമായിരുന്നു. ആ സന്തോഷമാണിപ്പോൾ തല്ലിക്കെടുത്തിയിരിക്കുന്നത്. നബീസുമ്മയ്ക്കിപ്പോൾ സന്തോഷമില്ല എന്ന് മക്കൾ മാത്രമല്ല അവരെ അറിയുന്നവരൊക്കെ പറയുന്നു. നബീസുമ്മയ്ക്കെതിരെ വിമർശനവുമായി മതപണ്ഡിതർ രംഗത്തെത്തിയത് ആ കുടുംബത്തെ അപ്പാടെ തകർത്തിരിക്കുന്നു. ഉമ്മ മാനസികമായി തളർത്ത് കരയുന്നു. മതപരമായി വലിയ പ്രയാസങ്ങളുണ്ടാക്കുന്നു എന്ന് മകൾ ജിഫാന. കഴിഞ്ഞ ഡിസംബർ 11 നബീസുമ്മ മകൾക്കൊപ്പം മണാലി കാണാൻ പോയത്. സന്തോഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ലോകമത് ഏറ്റെടുത്തു. ഇബ്രാഹിം സഖാഫിയെപ്പോലുള്ളവർ ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. വിധവകൾ കഥകടച്ച് വീട്ടിലിരിക്കണമത്രേ. നമ്മളെ ഫ്രണ്ട്സ് ഹാജറ, ഷഫിയ, നസീമ, സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ? എന്താ രസം! ഇതാ ഇച്ചുവിൻ്റെ കൂടെ വന്ന് അടിപൊളിയല്ലേ? വന്നോളി മക്കളെ. ആ മണാലിയിലെ മഞ്ഞിൽ കളിച്ചുകൊണ്ട് നബീസുമ്മയുടെ വാക്കുകൾ. 55കാരി നബീസുമ്മയുടെ ഈ വാക്കുകൾ വൈറലല്ല, സൂപ്പർ വൈറലായി. നസീമ, സക്കീന, ഹാജിറ ഇങ്ങളൊക്കെ വീട്ടിലിരുന്നോളി മക്കളെ. എന്താ രസം! അടിപൊളിയല്ലേ? എന്താ മൂഡ്! പൊളി മൂഡ്! ഈ ഒരു ഒറ്റ റീലിലൂടെ നബീസുമ്മ അങ്ങ് താരമായി. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം! 2 സെന്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ലോകം കാണണമെന്നാണ് അന്ന് നബീസുമ്മ തന്റെ കൂട്ടുകാരികളോട് പറഞ്ഞത്. ഇങ്ങനെ ഒരാൾ പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അതൊന്നും ഇത്തരം മതപണ്ഡിതന്മാർക്ക് മനസ്സിലാകില്ല. മനുഷ്യരൊക്കെ സന്തോഷിച്ചാൽ പിന്നെ ദൈവത്തിന് എന്ത് സ്ഥാനം? ദൈവത്തിൻ്റെ പേരിൽ പ്രഭാഷണങ്ങളുമായി നടക്കുന്നവരുടെ പണി പോകും. പ്രശ്നങ്ങൾ ഉള്ളിടത്തല്ലേ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നത്. അവിടെയല്ലേ ഇത്തരം പ്രഭാഷകർക്കും ഡിമാൻഡ് ഉണ്ടാകൂ. 50 പിന്നിട്ട ഒരു ഉമ്മച്ചി വൈബായപ്പോൾ മതപണ്ഡിതർക്ക് പൊള്ളി. നബീസയ്ക്ക് യാത്രകൾ ചെയ്യാനൊക്കെ ഏറെ ഇഷ്ടമുണ്ട്. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചു. കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ല. ആൺതുണയില്ലാത്ത വീട്ടിൽ ജീവിക്കുക വലിയ പ്രയാസമാണ് എന്ന് മകളിപ്പോൾ ലോകത്തോട് പറയുന്നു. ഇളയ മകളാണ് നബീസുമ്മയോട് നമുക്ക് മണാലിയിലേക്ക് ടൂർ പോകാം എന്നൊരു നിർദ്ദേശം വെച്ചത്. പിന്നീട് 2 പേരും അങ്ങ് പുറപ്പെട്ടു. അവിടെ എത്തി മഞ്ഞിൽ കിടന്നുരുണ്ട് നബീസുമ്മ ആകെ അടിച്ചു പൊളിച്ചു. ഒരു 16കാരിയെപ്പോലെ നബീസുമ്മ തുള്ളിക്കളിച്ചപ്പോൾ മകളത് മൊബൈൽ വീഡിയോയിലൂടെ പകർത്തി. മഞ്ഞുവാരി മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് തൻ്റെ കൂട്ടുകാരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് അത്യാഹ്ലാദത്തോടെ നബീസുമ്മ ചിരിച്ചത്. നബീസുമ്മ ഒരു യാത്രയ്ക്കായി അങ്ങ് പുറപ്പെട്ടു. മറ്റൊന്നും അവർ ചിന്തിച്ചില്ല. മണാലിയിലെത്തി ഒരു പുതിയ ലോകം കണ്ടപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ അനേകം സ്നേഹനിധിമാരായ ഉമ്മമാരിൽ ഒരാൾ. ഇത്തരം ഉമ്മമാരൊക്കെ കഥകടച്ച് വീടിനുള്ളിൽ ഇരിക്കുന്ന അവസ്ഥ. ഒരു സാധാരണ സ്ത്രീയായ നബീസുമ്മയ്ക്ക് ലോകം മുന്നിൽ തുറന്നു കണ്ടപ്പോൾ എന്തൊരു സന്തോഷം! സ്വന്തം സ്വപ്നങ്ങൾ എന്താണ് എന്ന് പോലും ചിന്തിക്കാനുള്ള സമയമോ സാഹചര്യമോ അനുവദിച്ചിട്ടില്ലാത്ത ഒരു പറ്റം ഉമ്മച്ചിമാരിൽ ഒരാൾ. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പുതുതലമുറ വൈബാണ് എന്ന് സഖാഫിമാർ മറക്കുന്നു.
അതുകൊണ്ട് തന്നെയാണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം മതപണ്ഡിതന്മാരുടെ കോമാളിത്തരം എടുത്തേറിലേക്കിടുന്നത്. നബീസുമ്മ ഇന്ന് നാലാളറിയുന്ന താരമാണ്. നബീസുമ്മ ഒന്നും പ്രതികരിച്ചാൽ അപ്പോൾ താഴെ പോകും ഈ മതപണ്ഡിതന്മാരുടെയൊക്കെ ഇമേജ്. അതിവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. 3 പെൺകുട്ടികളെ ആ പാവം ഒറ്റയ്ക്ക് വളർത്തി ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ അവർ മറന്നു. എന്നാൽ ഇളയ മകൾ ജിഫ്ന ഉമ്മയുടെ കൈപിടിച്ച് മഞ്ഞുറഞ്ഞ മലനിരകളിലേക്കൊന്ന് ചുവടുവെച്ചു. അമ്മയെ മറ്റൊരു ലോകം കാട്ടുകയായിരുന്നു മകളുടെ ലക്ഷ്യം. അവരുടെ ചുവടുകളിൽ അവർ പൊട്ടിച്ചെറിഞ്ഞത് മറ്റൊരു സാമൂഹിക കെട്ടുപാടുകൂടിയായിരുന്നു. അതാണ് മതപണ്ഡിതന്മാർക്ക് ചൊറിഞ്ഞത്. ഭർത്താവ് മരിച്ചതോടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടമായ അനേകം ഉമ്മമാരിൽ ഒരാൾ മാത്രമാണ് നബീസുമ്മ. ഇത്തരം സ്ത്രീകൾ എവിടെയും അടിച്ചമർത്തപ്പെടുന്നു. ഉച്ചത്തിൽ സംസാരിക്കാനോ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ അവർക്ക് അനുവാദമില്ല. ചുറ്റുമുള്ള പലതും അവരിൽ നിന്ന് വിലക്കപ്പെടുന്നു. മക്കൾ വലുതാകുന്നതനുസരിച്ച് നബീസയുടെ മേലുള്ള നിയന്ത്രണങ്ങളും ശക്തമായി എന്ന് മകൾ പറയുന്നു. ഒടുവിലിത അമ്മയ്ക്ക് വേണ്ടി പെൺമക്കൾ സംസാരിക്കുന്നതോടെ എല്ലാ മതപണ്ഡിതന്മാർക്കുമുള്ള മറുപടിയാണ്. ആൺതുണയില്ലാത്തവർ ശബ്ദമുയർത്താൻ പാടില്ല എന്നൊക്കെ ഒരു അലിഖിത നിയമമുണ്ട്. ഇത്തരം അലിഖിത നിയമങ്ങളിലാണ് ചില മതപണ്ഡിതന്മാർ ജീവിക്കുന്നത്. ഉമ്മയും ഞാനും സഹോദരിമാരുമൊക്കെ സ്ത്രീകളായതുകൊണ്ട് തന്നെ പലയിടത്തും തോറ്റുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആൺതുണയില്ലാത്തതുകൊണ്ട് കുടുംബങ്ങളിൽ പോലും ഉമ്മയ്ക്കൊരു സ്ഥാനവുമില്ല. ഉമ്മയ്ക്ക് എല്ലാവരെയും പേടിയായിരുന്നു. ആരെന്തു പറഞ്ഞാലും അതൊക്കെ കേൾക്കണം, അനുസരിക്കണം. അതുമാത്രമാണ് സത്യം. ആൺതുണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒതുങ്ങി ജീവിക്കണം. ഒരു തരത്തിൽ അടിച്ചമർത്തൽ തന്നെയാണ് ഞങ്ങൾ നേരിട്ടത് എന്ന് മകൾ തുറന്നടിക്കുന്നു. സ്ത്രീ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒതുങ്ങിക്കൂടണം, സമൂഹത്തിൽ സ്വതന്ത്രയായി ജീവിക്കാൻ പാടില്ല എന്ന അപ്രഖ്യാപിത നിയമത്തിൻ്റെ ഇരയാണ് എൻ്റെ ഉമ്മയെന്ന് ആ മകൾ പറയുന്നു. ഒടുവിൽ 55 വയസ്സുള്ളപ്പോഴാണ് നബീസുമ്മയ്ക്ക് ആ ഭാഗ്യം മകളിലൂടെ കൈവന്നു ചേർന്നത്. പുതിയ ലോകവും പുതിയ മനുഷ്യരും. ഇത് വെറുമൊരു യാത്ര മാത്രമായിരുന്നില്ല. കേരളത്തിലെ ഇത്തരം ഉമ്മച്ചിമാരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതാണ് മതപണ്ഡിതന്മാരെ ഇത്രയധികം ചുടിപ്പിച്ചിരിക്കുന്നത്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ കൃത്യമായി ഇപ്പോൾ കേരളത്തിന് ബോധ്യപ്പെടുന്നു. ഇതൊരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ, ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ഇത്തരം ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മകൾ ഇപ്പോൾ ലോകത്തോട് പറയുന്നത്, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനാരുടെയും സ്വാതന്ത്ര്യമോ അംഗീകാരമോ വേണ്ട. ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. 4ാം ക്ലാസ് വരെ പഠിച്ച നബീസ ഇപ്പോൾ 10ാം തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. SSLC തുല്യതാ പരീക്ഷ എഴുതാനിരിക്കുന്ന നബീസ തൻ്റെ ജീവിതത്തിൽ കൈവിട്ടുപോയ പലതും തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനവർക്ക് തുണയാകുന്നത് മകൾ. മണാലിയിലെ തണുപ്പൊക്കെ ഭയങ്കരമാണ്. എന്നാൽ ഞാൻ അതൊക്കെ ആസ്വദിച്ചുവെന്ന് നബീസ പറയുന്നു. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ നമ്മളൊക്കെ ആസ്വദിക്കണം. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ടെൻഷനുമൊക്കെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ സന്തോഷം മാറ്റിവെക്കരുത്. കുറച്ചു സമയത്തേക്കെങ്കിലും ഇത്തരം ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒന്നിറങ്ങണം വീട് വിട്ട്. നിങ്ങളുടെ വീടിൻ്റെ പടിയിറങ്ങിയാൽ അതൊരു പുതിയ ലോകത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് നബീസ വിളിച്ചു പറയുന്നത് സ്വന്തം കൂട്ടുകാരായ ഉമ്മച്ചിമാരോട് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകളോടാണ്. അതെ, സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ഒരു മനുഷ്യന് ജീവിക്കാനാവുന്നതിൽ പരം വേറെ ഒന്നും വേണ്ട എന്ന് നബീസ പറയുന്നത് ഓരോ മനസ്സുകളിലും ചെന്നലയ്ക്കുന്നു. അവിടെ മതപണ്ഡിതന്മാരുടെ ഇത്തരം വാക്കുകൾ വീണുടയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.